മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എംഎൽഎമാരുടെ അഭിപ്രായം തേടിയ റിപ്പോർട്ട് എഐസിസി നിരീക്ഷകർ ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദീപാദാസ് മുൻഷി, മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഖർഗെയുടെ വസതിയിലെത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയിൽ കെ.സി. വേണുഗോപാൽ പങ്കെടുക്കുന്നില്ല. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ എഐസിസി നിരീക്ഷകർ ഇപ്പോൾ ഖർഗെയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുമുണ്ട്. അതിനിടയ്ക്ക് റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പുറത്തു വന്ന ചിത്രങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. നോബിൾ, ഇപ്പോൾ ഖർഗെയ്ക്കൊപ്പം നേതാക്കളുടെ ചർച്ച, അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും നോബിൾ? സ്മൃതി, കേരളത്തിൽ എത്തി എംഎൽഎമാർ അടക്കമുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ എത്തി മുകുൾ വാസ്നിക്, അതോടൊപ്പം തന്നെ അജയ് മാക്കൻ, കേരളത്തിൽ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ കൈമാറിയിരിക്കുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കിയാണ് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്താണെങ്കിലും മുന്നോട്ട് പോകുക. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഏറ്റവും അധികം എംഎൽഎമാരുടെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത് കെ.സി. വേണുഗോപാലിനാണ് എന്നുള്ളത്. അത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു എംഎൽഎമാരുടെ പൂർണ്ണമായി പിന്തുണ മാത്രമായിരിക്കില്ല ഒരു മാനദണ്ഡം എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മറ്റ് ഘടകങ്ങളൊക്കെ കൃത്യമായി തന്നെ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഈ പറഞ്ഞ നിരീക്ഷകരും ഒപ്പം ദീപാദാസ് മുൻഷിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ സാഹചര്യത്തെക്കുറിച്ച് ഇവർ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അവർ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് ബാക്കി നടപടിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ ശക്തി പ്രകടനങ്ങളൊപ്പം ഫ്ലെക്സുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പോര്, അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അതിൽ പ്രതിപാദിച്ചു പോകും. ഒപ്പം ഒരു ജനവികാരം അടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ കൃത്യമായി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് നിരീക്ഷകർ അവിടുത്തെ സാഹചര്യം ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും പുറത്തേക്ക് വരിക. എന്താണ് നിരീക്ഷകർ പറയാനുള്ളതെന്ന് നമുക്ക് വരുമ്പോൾ എന്താണെങ്കിലും അറിയാൻ കഴിയും. പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ചർച്ചകളിലേക്ക് പോകുമ്പോൾ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹം ഹരിയാനയിലാണുള്ളത്. അതിനുശേഷം വൈകുന്നേരത്തോടെ മടങ്ങിയെത്തും. പിന്നീട് ചർച്ചകൾ ആരംഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നാളെയായിരിക്കും നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇതിനോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ ദില്ലിയിലുണ്ട്. പ്രധാനമായും രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ നേതാക്കൾ കൂടി ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. അത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി ഞായറാഴ്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എംഎൽഎമാരുടെ പിന്തുണ മാത്രമായിരിക്കില്ല ഒരു മാനദണ്ഡം എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ആ എംഎൽഎമാരുടെ പിന്തുണയ്ക്കൊപ്പം തന്നെ സംസ്ഥാനത്തെ വികാരം കൂടി. ഇപ്പോൾ നമ്മൾ എക്സിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റിന് താഴെ ഒരുപാട് കമന്റുകൾ വി.ഡിക്ക് വേണ്ടിയുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്താണെങ്കിൽ മെയിലുകളുടെ ഒരു അഭിഷേകം, ഒരു മെയിലുകളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഇപ്പോൾ എഐസിസിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ എല്ലാ നേതാക്കൾക്കും വേണ്ടിയുള്ള അവകാശവാദങ്ങളുണ്ട്. പ്രത്യേകിച്ച് എംഎൽഎമാരുടെ പിന്തുണ മാത്രം പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അതിലും പറയുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ മെയിലുകളുടെ പ്രവാഹമുണ്ട്. അത്തരത്തിൽ വലിയ സമ്മർദ്ദം ഹൈക്കമാൻഡിന് മേൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ നാളെ ഒരു സമവായം ഉണ്ടാക്കുക, ഞായറാഴ്ച പ്രഖ്യാപിക്കുക എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അവസാന വാക്ക് എന്താണെങ്കിലും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടേതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രാഹുൽ ഗാന്ധി ആയിരിക്കും ഒരുപക്ഷേ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടി വരും കെ.സി. വന്നു കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിയെ വേറെ നിശ്ചയിക്കേണ്ടി വരും. ലോക്സഭയിലടക്കം അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളുണ്ട്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൽ ഒരു തീരുമാനം എന്താണെങ്കിലും രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുക്കും എന്നാണ് അറിയുന്നത്. നിലവിൽ വി.ഡി. സതീശനും ഒപ്പം കെ.സി. വേണുഗോപാലുമാണ് മുൻനിരയിൽ തന്നെ മത്സരിക്കുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല സാധ്യതകൾ നമ്മൾ ഈ തള്ളിക്കളയേണ്ടതില്ല. കാരണം ഒരുപക്ഷെ ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയൊക്കെ രമേശ് ചെന്നിത്തല വരാൻ സാധ്യമൊക്കെ എന്താണെങ്കിലും കാണേണ്ടി വരും. എന്താണെങ്കിലും ചർച്ചകൾ മുന്നോട്ട് പോകും. ഇന്നത്തെ വലിയ തരത്തിൽ കൃത്യമായി തന്നെ നേതാക്കളുടെ ആശയവിനിമയക്കൊടുവിൽ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ആ പ്രഖ്യാപനം ഞായറാഴ്ച വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒപ്പം സംസ്ഥാനത്തെ സാഹചര്യമൊക്കെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പ്രതിഷേധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ നിരീക്ഷകർ പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പ്രത്യേകിച്ച് എംഎൽഎമാർ നൽകിയ പിന്തുണയുമായി ബന്ധപ്പെട്ട ഫോട്ടോ പുറത്തു വന്നതൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു രഹസ്യ സ്വഭാവത്തിലാണ് ഈ മീറ്റിംഗ് അടക്കം സംഘടിപ്പിക്കാൻ പറഞ്ഞത്. രഹസ്യമായി തന്നെ എംഎൽഎമാരുടെ അവരുടെ അഭിപ്രായം നിരീക്ഷകർ ഇപ്പോൾ റിപ്പോർട്ട് ഖാർഗെയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്.